ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പല കസ്റ്റമേഴ്സും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇവർ പല പല പരാതികൾ പറയാറുണ്ട്. ഇവർക്ക് പോളിസി എത്ര നാൾ അടയ്ക്കണമെന്നും ഇതിൻ്റെ റിട്ടേൺ എന്നാണ് കിട്ടുന്നത്, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല. അതുപോലെ തന്നെ പോളിസി എടുക്കുന്ന സമയം അത്യാവശ്യം പണം കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ 1 2 വർഷമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കയ്യിൽ പണമില്ല. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണം കിട്ടുമോ? അതെയോ ഞാനിത് അവർ പറയുന്ന കാലാവധി വരെ കൊണ്ടു നടക്കണോ? തുടങ്ങിയ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളിത് എവിടുന്നാണ് ഈ പോളിസി എടുത്തത്? നിങ്ങൾ പോളിസി എടുത്ത സമയം ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എടുത്തു തന്നയാൾ പറഞ്ഞു തന്നിട്ടില്ലേ? അതുമല്ലെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ലേ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഇതിൽ പല അഭിപ്രായങ്ങളാണ് പലരും പറയാറുള്ളത്. ചിലർ പറയും ഓൺലൈനായി എടുത്തിരുന്നു, ചിലർ പറയും ഏജന്റ് വന്ന് എടുത്തതാണ്, മറ്റു ചിലർ പറയും എൻ്റെ ഒരു സ്വന്തക്കാരൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ വന്നപ്പോൾ പോളിസിയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ എടുത്തു എന്നെല്ലാം. ഇതിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളിൽ ഒരു ന്യായമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് 2025 ഈ 25 കാലഘട്ടത്തിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ ഓരോ പ്രോഡക്റ്റുകളെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിരവധി യൂട്യൂബ് ചാനലുകളിലൂടെ ഇതിനെക്കുറിച്ചെല്ലാം റിവ്യൂസ് എല്ലാം ലഭ്യമാണ്. ഇവിടെ ഞാനൊരു സർവേ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ആളുകളും പ്രോഡക്റ്റുകളെക്കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ആളുകൾക്ക് ആവശ്യം ഒരു തീരുമാനമെടുത്താൽ, അതായത് ഒരു പോളിസി എടുക്കണം എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പോളിസി അപ്പോൾ തന്നെ ലഭിക്കണം. ഇതേക്കുറിച്ച് വിശദമായി പഠിക്കാനോ ഇതിൻ്റെ വരും വരായികകളെക്കുറിച്ച് മനസ്സിലാക്കാനോ ആരും തന്നെ ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ ഈ ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പല ആളുകളും പ്രത്യേകിച്ച് ഏജൻസ് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ഇന്ന് കൂടിയുള്ളൂ അല്ലെങ്കിൽ നാളെ കൂടിയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ കുറയുമെന്നെല്ലാം. ഇത് കേട്ട് പാനിക്കായിട്ട് പോളിസി എടുക്കുന്ന കസ്റ്റമേഴ്സും ഇന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിൽ നിരവധി ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഇതിൽ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് സ്യൂട്ടായത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോളിസി തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ ആ പ്രോഡക്റ്റ് ഇന്ന് നിർത്തും നാളെ നിർത്തും എന്നൊന്നുമുള്ള മോഹന വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വീഴരുത്. കാരണം അങ്ങനെ ഒരു പ്രോഡക്റ്റ് നിർത്തി എന്ന് വെച്ച്, സാധാരണഗതിയിൽ നിർത്തില്ല, ഇനി നിർത്തി എന്ന് വെച്ച് നിങ്ങളെ യാതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഏത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിലും നല്ല പോളിസികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുള്ള കമ്പനി ഇതാണ്, അതുകൊണ്ട് ആ പോളിസി എനിക്ക് മതി, ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ല വശവും നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളത് അതൊരു മോശവശവും ആകുന്നില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പോളിസി എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, എനിക്ക് ഈ കമ്പനിയിൽ വളരെ വിശ്വാസമാണ്, ഈ കമ്പനി ഞാൻ കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾ വിശ്വാസം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു ഭാര്യ ഭർത്താവ്, ഇതിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസം ഉണ്ടാവും, ഭർത്താവിന് ഭാര്യയും വിശ്വാസം ഉണ്ടാവും. ഇവിടെ എത്രമാത്രം ഡിവോഴ്സുകൾ നടക്കുന്നു, അതുപോലെ തന്നെ എത്രമാത്രം ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നു, ഇതൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അപ്പോൾ നിങ്ങൾ ഒരു ഇൻഷുറൻസ് കമ്പനിയെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈമിലായിരിക്കരുത്. കാരണം ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ എല്ലാം നിയന്ത്രിക്കുന്നത് IRDA ആണ്, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ IRDAയുടെ രജിസ്ട്രേഷനോട് കൂടിയാണ് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതി ആ കമ്പനി നാളെ നിർത്തിപ്പോവുകയോ നിർത്തിപ്പോയി നിങ്ങളുടെ പണമെല്ലാം നഷ്ടമാകുന്ന സാഹചര്യമോ ഉണ്ടാവുകയില്ല. ഇതുവരെയായിട്ടും ഒരു ഇൻഷുറൻസ് കമ്പനിയിലും ഒരാളും പണം നിക്ഷേപിച്ചതുകൊണ്ട് പണം നഷ്ടമായിട്ടില്ല. ഞാൻ പറഞ്ഞ വാക്ക് അവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ഒരു കള്ളത്തരത്തിലൂടെ നഷ്ടമാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ റോങ് ആയ ഒരു പ്ലാനാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ പണം പലപ്പോഴും നഷ്ടമാവും. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പല തരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഇതിൽ നിങ്ങൾ കമ്പനി നോക്കുന്നതിൽ അർത്ഥമില്ല എന്നല്ല ഞാൻ പറയുന്നത്. കമ്പനി നിങ്ങൾ നോക്കിക്കോളൂ, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്.
എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി ഇൻഷുറൻസിൽ ടേം ഇൻഷുറൻസ് എന്നൊരു വാക്കുണ്ട്. ടേം ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ലഭിക്കേണ്ട ഒരു തുകയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ്. ഇതിന് വിഭിന്നമായിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. അതേക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല. രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് ലിങ്കഡ് പ്ലാനുകൾ അഥവാ യുലിപ് പ്ലാനുകളാണ്. ഇത്തരം പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഷെയർ അഥവാ ഓഹരിയുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്കായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ ഇത്തരം തുകകൾ പലപ്പോഴും നമുക്ക് നഷ്ടസാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. ഇതേക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി തന്നെ അറിഞ്ഞിരിക്കണം. അതല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇന്ന കമ്പനി എനിക്ക് വിശ്വാസമാണ് അവിടെ ഇട്ടു എന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ ഫണ്ട് ആ കമ്പനി അല്ല എടുക്കുന്നത്, അവരത് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർമലി ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ എന്ന് പറയും. ഇതും 2 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ എന്ന് പറയും, മറ്റൊന്ന് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ എന്ന് പറയും. പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഉയർച്ചയ്ക്കനുസരിച്ച് ഒരു ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ഇത്തരം ബോണസുകൾ നമുക്കും അതിൻ്റെ ഒരു ഭാഗം ലഭിക്കുന്ന രീതിയിലുള്ളതാണ് ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ബോണസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ പോളിസി എടുക്കുന്ന സമയം തന്നെ നമുക്ക് എന്ത് റിട്ടേൺ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഈ കമ്പനി നമുക്ക് നൽകിയിട്ടുണ്ടാവും. നൽകുക എന്ന് ഉദ്ദേശിച്ചത് അതൊരു വാക്കാലല്ല, നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ടാവും. ഇതേക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ തുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ വരുമാനം മാത്രം നിങ്ങൾ പരിഗണിക്കരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ NRIs ഒക്കെ പോളിസി എടുക്കാറുണ്ട്. NRIs പോളിസി എടുക്കുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം ഇൻകം എല്ലാം ഉണ്ടാവും. എന്നാൽ ചിലപ്പോൾ അവർ 2-3 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് പോരാൻ തയ്യാറായി നിൽക്കുന്നവരായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അതേ വരുമാനം ഉണ്ടായിക്കൊള്ളണം എന്നും നിർബന്ധമില്ല. എന്നാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ലൈഫ് ഇൻഷുറൻസിൻ്റെ കോൺട്രാക്റ്റ് 10 വർഷമോ 15 വർഷമോ ആണെങ്കിൽ അതേ തുക തന്നെ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യത്തിലൊക്കെയാണ് പലരും ഈ പോളിസി നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചെല്ലാം ചോദിക്കുന്നത്. ഇതിന് പല പല ടേംസുകളുണ്ട്. സറണ്ടർ വാല്യൂ, പെയ്ഡ് അപ്പ് വാല്യൂ, അങ്ങനെ പല ടേംസുകളുണ്ട്. ഇതേക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എത്ര വർഷം തുക അടയ്ക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് കിട്ടുന്നത്, റിട്ടേൺ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും, ഈ പോളിസി മുടങ്ങുകയാണെങ്കിൽ, അതായത് 2-3 വർഷം അടച്ചിട്ട് മുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര തുക കിട്ടും, ഇതിനെക്കുറിച്ചെല്ലാം ഒരു ധാരണ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇതല്ലാതെ പ്രത്യേകിച്ച് NRIസിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ NRI നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ പലരും നമ്മളെ കാണാൻ വരും. ആ കമ്പനി നല്ലതാണ്, ഈ കമ്പനി നല്ലതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. ആ കമ്പനി മോശം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പറയുന്ന വ്യക്തിയല്ല നിങ്ങൾ നോക്കേണ്ടത്, മനസ്സിലായോ? ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറി മാത്രമാണ്. അതായത് ഈ കമ്പനിക്കും നിങ്ങൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ. അവർ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ എഗ്രിമെൻ്റ് വയ്ക്കുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലൈഫ് ഇൻഷുറൻസിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതിൽ സറണ്ടർ വാല്യൂ, പെയ്ഡ് അപ്പ് വാല്യൂ തുടങ്ങിയ പല ടേംസുകളുണ്ടെന്ന്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എത്രയാണോ ടേം പറഞ്ഞിരിക്കുന്നത്, അതായത് നിങ്ങൾ പ്രീമിയം അടയ്ക്കേണ്ട വർഷം എത്രയാണോ, ഉദാഹരണം 10 വർഷമാണെങ്കിൽ ആ 10 വർഷം തന്നെ നിങ്ങൾ തുടർന്ന് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾ 9 വർഷം മാത്രമാണ് അടച്ചുള്ളൂ എങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലൈഫ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വ്യക്തമായ പഠനം നടത്തിയതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. ഞാനീ പറഞ്ഞതുപോലെ വിവിധ കമ്പനികൾ നോക്കിയിട്ട് നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് കണ്ടിതെല്ലാം മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. പല ആളുകളും ഇത്തരം ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെട്ടുപോകുന്നത് എന്ന വാക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കാരണം ഭീമമായ ഒരു ഇൻട്രസ്റ്റ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ചില ആളുകളൊക്കെ 15%, 18% ഒക്കെ റിട്ടേൺ ലഭിക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ പറയാറുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിലെ FD റേറ്റ് തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്താണ് ലൈഫ് ഇൻഷുറൻസ് ലഭിക്കുക? ഒരു 7%, 6.5% തുടങ്ങിയ റിട്ടേണുകളാണ് സാധാരണഗതിയിൽ ലഭിക്കുക. അപ്പോൾ ഇതേക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുക. നിങ്ങളുടെ അടുത്ത് ഉയർന്ന റിട്ടേൺ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം.
ഇനി ഇത്തരം ഉയർന്ന റിട്ടേണുകൾ കിട്ടുന്ന ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം റിട്ടേണുകൾ കിട്ടും. എന്തുകൊണ്ട് ലൈഫ് ഇൻഷുറൻസിൽ ഉയർന്ന റിട്ടേൺ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം, നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഒരു ലൈഫ് കവറേജ് കൂടി ഈ ഇൻഷുറൻസ് കമ്പനി നൽകുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ അടയ്ക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയോളം നമുക്ക് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി തരാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡെത്ത് കവറേജിന് അവർക്കൊരു റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റിട്ടേണിലും അവിടെ ഒരു കുറവുണ്ടാവുന്നതാണ്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഒരു വ്യക്തിയെ നോക്കി ഒരിക്കലും ഒരു പോളിസി തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത്. ചില ആളുകൾ ഇതുപോലെ തന്നെ പറയാറുണ്ട്, അവർ നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പോളിസി എടുത്തത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ എടുക്കരുത്. കാരണം നിരന്തരം വിളിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിരവധി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതിൽ ഒരു നല്ല ശതമാനം എൻ്റെ കസ്റ്റമേഴ്സും ഉണ്ട്. ഈ കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഈ പോളിസി എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവും. ഞാൻ അനാവശ്യമായി ഇതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് എടുക്കുന്നില്ലേ എന്നുള്ള നിർബന്ധങ്ങൾ ഒരിക്കലും ഒരു കസ്റ്റമറോട് ഞാൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധിക്കാത്തത് എന്നുള്ളതിൻ്റെ കാരണം, ഇതിൻ്റെ ആവശ്യകത നിങ്ങൾക്കായിരിക്കണം എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിതെപ്പോഴും നിങ്ങളോട് അത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം എനിക്കാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു സർവീസ് തരുമ്പോൾ എനിക്കൊരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് കമ്പനി തരുന്നുണ്ട് എന്നുള്ളത് സത്യമാണോ? എനിക്കെന്നല്ല, എല്ലാവർക്കും തരുന്നുണ്ട്. അതിന് അതിൻ്റേതായ സർവീസ് ബാധ്യതയും നമുക്കുണ്ട്. നമ്മൾ പോളിസി നിങ്ങൾക്ക് എടുത്തു തരിക എന്നുള്ളതിനല്ല ആക്ച്വലി ഇത്തരം ഒരു എമൗണ്ട് കമ്പനി നൽകുന്നത്. ഇതിന് നിങ്ങൾക്ക് ലൈഫ് ലോങ് സർവീസ് നൽകണം. നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് തരുന്നത്. ഇത് തന്നെയാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ നിന്ന് എടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. അവർ നിർബന്ധിച്ചു എന്ന ഒരു കാരണം കൊണ്ട് നിങ്ങൾ പോളിസി എടുക്കരുത്. അവർ എത്ര നിർബന്ധിച്ചാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയുകയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര വർഷമാണോ ആ കമ്പനി പറയുന്നത് അതേ വർഷം അടയ്ക്കാൻ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവൂ. അതല്ലാതെ 1-2 വർഷം കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അടച്ച പൈസ പോലും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു പ്രോഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതേക്കുറിച്ച് വ്യക്തമായി പഠിച്ച് നമുക്കത് ആപ്റ്റാണോ എന്ന് മാത്രം നോക്കുക. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫിനാൻഷ്യൽ സർവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതാണ്.